നമസ്കാരം. 50ാം ജന്മദിനം ആഘോഷിക്കുകയാണ് ദളപതി വിജയ്. കഴിഞ്ഞ ദിവസമായിരുന്നു ലോകമെമ്പാടുമുള്ള നിരവധി ആരാധകരും സഹപ്രവർത്തകരും താരത്തിന് ആശംസ നേർന്ന് ചിത്രങ്ങളും പോസ്റ്ററുകളും പങ്കുവച്ച് രംഗത്തെത്തിയത്. തെന്നിന്ത്യയിലെ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ബോക്സ് ഓഫീസ് ക്രൗഡ് പുള്ളർ എന്ന വിശേഷണത്തിന് അർഹനാണ് വിജയ്. ആരാധകരുടെ അചഞ്ചലമായ പിന്തുണയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഇമേജും കൊണ്ട് വിജയ് തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി കഴിഞ്ഞു. ഇത്തവണ പിറന്നാൾ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തം സംഭവിച്ചതിന്റെ പേരിലാണ് വിജയ് പിറന്നാൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ച് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആരാധകരോട് ആവശ്യപ്പെട്ടത്. എങ്കിലും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പ്രിയപ്പെട്ട ദളപതിക്കുള്ള പിറന്നാൾ ആശംസകൾ കൊണ്ട് നിറയുകയാണ്. സെലിബ്രിറ്റികളും ആരാധകരുമെല്ലാം ആശംസകൾ നേർന്നെത്തി. ഇപ്പോഴിതാ നടി തൃഷ കൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ജന്മദിനാശംസയാണ് ശ്രദ്ധ നേടുന്നത്. വിജയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് തൃഷ ജന്മദിനാശംസ നേർന്നത്. ഏറ്റവും അവസാനം എത്തിയ പിറന്നാൾ ആശംസയാണ് നടി തൃഷയുടേത്. ലിഫ്റ്റിൽ നിന്നെടുത്ത സെൽഫി ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തത്. പോസ്റ്റിനൊപ്പം മനോഹരമായ ഒരു കുറിപ്പും താരം പങ്കുവച്ചിരുന്നു. ശാന്തത ഒരു കൊടുങ്കാറ്റിലേക്ക്, കൊടുങ്കാറ്റ് ശാന്തതയിലേക്ക്, ഇനിയും ഒരുപാട് നാഴികക്കല്ലുകളിലേക്ക് തൃഷ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ബ്ലാക്ക് കളറിലുള്ള പാൻസ് ധരിച്ച് അതേ നിറത്തിലുള്ള ഷർട്ടും ഡക്കിൻ ചെയ്ത് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലാണ് വിജയ് തൃഷയുടെ സെൽഫിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ദളപതിയുടെ തോളിൽ ഒരു ബാഗും കാണാം. മൾട്ടി കളർ ഡ്രസ്സിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലിൽ സുന്ദരിയായാണ് തൃഷ ഫോട്ടോയിലുള്ളത്. പിറന്നാൾ ആശംസയ്ക്കൊപ്പം ഇൻഫിനിറ്റിയുടെ ഇമോജിയും തൃഷ ചേർത്തിട്ടുണ്ട്. നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരജോഡികളാണ് വിജയും തൃഷയും. അപ്രതീക്ഷിതമായി ഇരുവരെയും ഒറ്റ ഫ്രെയിമിൽ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ. സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പോസ്റ്റിൽ ആശംസയും പങ്കുവയ്ക്കുന്നത്. ഇരുവരുടെയും കോംബോ ഇനി എപ്പോഴാണ് വെള്ളിത്തിരയിൽ കാണാനാവുക എന്നും ആരാധകർ കമന്റിൽ ചോദിക്കുന്നുണ്ട്. ഇരുവരും ഡേറ്റിംഗിനോ ഷോപ്പിംഗിനോ പോയപ്പോൾ ലിഫ്റ്റിൽ വെച്ച് പകർത്തിയതാകാം തൃഷ പങ്കിട്ട ചിത്രമെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. ഫോട്ടോ അതിവേഗത്തിൽ വൈറലാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അടുത്ത കാലത്തായി ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിനു കാരണം. മാത്രമല്ല, കുറച്ചു നാളുകൾക്ക് മുമ്പ് രണ്ടുപേരെയും ഒന്നിച്ചൊരു വിദേശ രാജ്യത്ത് കണ്ടതും ഇവർ ഡേറ്റിംഗിലാണോ സംശയം ആരാധകർക്ക് വർദ്ധിക്കാൻ കാരണമായി. നോർവേയിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളായിരുന്നു അന്ന് വൈറലായത്. തൃഷയുടെ പിറന്നാൾ ആശംസ എത്തിയതോടെ നിരവധി ആരാധകർ രസകരമായ കമന്റുകളുമായും എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ആരാധകർ തമ്മിൽ കമന്റ് സെക്ഷനിൽ തർക്കവും നടന്നു. ഒരുമിച്ചാണെന്നത് തൃഷ പറയാതെ പറയാനാണ് പിറന്നാൾ ആശംസയുമായി എത്തിയതെന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത്. മറ്റൊരാൾ വിജയ് വിവാഹിതനാണെന്ന കാര്യം മറന്നുകൊണ്ട് താരം താണ കമന്റുകൾ ഇടരുതെന്ന് കുറിച്ചു. മാരിഡ് മാൻ എന്തൊരു ഡേറ്റിന് പോയി എന്നുള്ള കമന്റുകളുമുണ്ട്. വിജയെ വിവാഹം കഴിച്ചൂടെ എന്നാണ് ഒരാൾ കമന്റിലൂടെ തൃഷയോട് ചോദിച്ചത്. 40കാരിയായ തൃഷ ഇപ്പോഴും അവിവാഹിതയാണ്. ഇരുവരും ഏറ്റവും അവസാനം ഒരുമിച്ച് അഭിനയിച്ചത് ലോകേഷ് കനകരാജ് സിനിമ ലിയോയിലാണ്. ഗില്ലിയിൽ ജോഡിയായി അഭിനയിച്ച ശേഷം തൃഷ വിജയ് ജോഡിക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭാര്യ സംഗീത വിജയിൽ നിന്നും അകന്നു കഴിയുകയാണെന്ന തരത്തിൽ പ്രചാരണങ്ങളുണ്ട്. ഇരുവരും കഴിഞ്ഞ കുറച്ച് നാളുകളായി എവിടെയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറില്ല. അടുത്തിടെ സംവിധായകൻ ശങ്കറിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സംഗീത എത്തിയിരുന്നു. എന്നാൽ ഒപ്പം വിജയ് ഉണ്ടായിരുന്നില്ല. മകൻ സഞ്ജയ്ക്കൊപ്പമാണ് സംഗീത എത്തിയത്. 2004 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗില്ലിയുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ കൂട്ടുകെട്ട് അടുത്തിടെ തിയേറ്ററിലെത്തിയ ലിയോയിലും ആവർത്തിച്ചു. വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് നിലവിൽ വിജയ്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള വിജയുടെ അവസാന ചിത്രങ്ങളിൽ ഒന്നാണിത്. വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൽ പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ അമീർ, മീനാക്ഷി ചൗധരി, മോഹൻ, ജയറാം തുടങ്ങിയ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. ഗോട്ടാണ് ഇനി റിലീസിനൊരുങ്ങുന്ന വിജയ് ചിത്രം. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇരട്ടവേഷത്തിലാണ് വിജയ് അഭിനയിക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് ഗോട്ട് റിലീസ് ചെയ്യുന്നത്. മീനാക്ഷി ചൗധരി, പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, സ്നേഹ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്.